അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ആൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ പരിശ്രമമാണ്. കൂട്ടത്തിലെ ഏറ്റവും അഭിനയിക്കാൻ എല്ലാവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ ആശംസ. ഈസ്റ്ററൊക്കെ ആയിട്ട് രാവിലെ വെളുപ്പിനായിരുന്നു കുർബാന. കുർബാനയ്ക്കൊക്കെ പോയിട്ട് ഞങ്ങൾ വന്ന വേഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്തോ ഇനി അടുത്ത പരിപാടികളൊക്കെ തുടങ്ങണം അല്ലേ? ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. എല്ലാവരും വരും. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. അപ്പം ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കറിയാക്കണം. അപ്പം നെയ്മീൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഫ് വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കൊഞ്ച് വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ അവിയൽ വയ്ക്കണം, സാമ്പാർ വയ്ക്കണം, പച്ചടി വയ്ക്കണം, ഇഞ്ചി വയ്ക്കണം, നല്ല പയർ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതിന് തോരൻ വയ്ക്കണം. അപ്പോൾ നമുക്കിതെല്ലാം പയ്യെ ഇനി ഓരോന്ന് തുടങ്ങാം. ഇപ്പം നമ്മുടെ ഓരോ കറികളും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല ഇഞ്ചിക്കറി, നല്ല അടിപൊളി ഇഞ്ചിക്കറി അങ്ങനെ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ ഇനി തണുക്കട്ടെയായിരുന്നു. അപ്പം കുറച്ച് കറികളൊക്കെ നമ്മൾ തലേനേ ചെയ്ത് വെക്കുക. ഈസ്റ്റർ ആയാലും ഓണം ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ നല്ല നെയ്മീൻ കറിയാണ് കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ തിളച്ച് പറ്റി എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ പൊന്തി ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മുടെ കറി അങ്ങ് ഓഫ് ചെയ്ത് ഇടുക. അപ്പം നല്ല കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താ നല്ല അടിപൊളി മീൻ കറി എന്നുള്ളത്. അടുത്തത് തന്നെ നമ്മുടെ ബീഫ് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്ലാക്ക് കളറായിട്ട് വരണം. എങ്കിലും നല്ലൊരു അടിപൊളി ഫ്രൈ ആയിട്ട് മാർക്കും മസാലയൊക്കെ ഇട്ട് ഉള്ളി എല്ലാം ഒക്കെ ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. ഓരോരോ കറികൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുക്കറിനകത്ത് അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല അടിപൊളി അവിയൽ ആയിക്കിട്ടും. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കണം. അപ്പം നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. സാമ്പാറിന് ഇനി കടുക് വറുക്കണം. അപ്പം തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പച്ചടിയും ദണ്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എല്ലാത്തിനും കടുക് വറുക്കണം കേട്ടോ. ഓരോന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ട് അവസാനമാണ് കടുക് വറുപ്പ്. അടുത്ത കഴിഞ്ഞ് നമ്മുടെ പയർ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ചിക്കൻ നല്ല കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചാറൊക്കെ കുറച്ചുകൂടെ പറ്റിയതിന് ശേഷം നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഞാൻ അടുത്തത് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ നെയ്മീൻ ഫ്രൈയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സുബിനും മെറിനും ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. സുജിത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല നമ്മുടെ ബ്രൂണോടെയും ബ്രൗണിയുടെയും ഒക്കെ സ്നേഹ പ്രകടനമൊക്കെ കാണാം. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ആൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ പരിശ്രമമാണ്. ടേബിൾ നിറച്ച് കറികളുണ്ട്. ഇനി ഇല ഇവിടെ വിളമ്പ് വെക്കുമെന്നാണ് ഡൗട്ട്. കറി കഷ്ടപ്പെട്ടോ? കുറെ കഷ്ടപ്പെട്ടോ? രസമല്ല കറിയൊക്കെ വെക്കുന്നത്. ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇഞ്ചി മീൻകറി ഒക്കെ ഇന്നലെ വെച്ചു. രാവിലെ സലാഡുണ്ട്. നമ്മുടെ എന്താണ് മീൻകറിയുണ്ട്, മീൻ വറുത്തമുണ്ട്. ഏത് മീനറിയാമോ? നെയ്മീൻ. നെയ്മീൻ ഫ്രൈ ഉണ്ട്, നെയ്മീൻ കറിയുണ്ട്, നമ്മുടെ സ്വന്തം പയറുതോരനുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പപ്പടം ഇരിപ്പുണ്ട്. അല്ല അടിപൊളി മാങ്ങ അച്ചാർ ഇവിടെ ഇരിപ്പുണ്ട്. ചെമ്മീൻ ഫ്രൈ, അവിയൽ, ഇഞ്ചിക്കറി. ഇതെന്താണ്?
ഇത് ഉപ്പ്, പച്ചടിയുണ്ട്, മോര്, ഇഞ്ചിപ്പുളി, ഇനി ബാക്കി അങ്ങോട്ട് സുഖം പറയും. സാമ്പാറ്, പിന്നെ ബീഫ് ഫ്രൈ, ചോറ് പറയുന്നത് ചോറ്. അപ്പൊ തുടങ്ങിയാലോ? ഓണത്തിനൊക്കെ ഒരു ഓർഡറായിട്ടൊക്കെ വിളമ്പുന്നത്. ഇപ്പം ഈസ്റ്ററിനൊന്നും വലിയ ഓർഡറൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലേ? ഇഞ്ചിക്കറി അപ്പൊ ഫുഡെല്ലാം വിളമ്പി എല്ലാം റെഡി ആയിട്ട് നിൽക്കുവാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ഈസ്റ്റർ ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള. അപ്പം എല്ലാരും ഒത്തായതുകൊണ്ട് വലിയ സന്തോഷം. അപ്പൊ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും കഴിക്കാം. കഴിക്കാൻ പോവാം. മമ്മിയുടെ വക നല്ല അടിപൊളി മീൻകറി, മീൻ വറുത്തത്, കുഞ്ചു ഫ്രൈ എല്ലാം ഉണ്ട്. അപ്പോൾ കഴിക്കാം. ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ മാത്രം ആകുമ്പം ഒരു രസമില്ല അല്ലേ? നമ്മൾ തന്നെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കറികളൊക്കെ ഉണ്ടാക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊരു ഉഷാറല്ലേ ഇന്നൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ 2-3 കറിയൊക്കെ ഉണ്ടാവും. ഈസ്റ്റർ വന്നത് പോകുന്നത് അറിയത്തില്ല. ഈ പ്രാവശ്യം സന്തോഷമുണ്ട് അല്ലേ? എന്നും ക്രിസ്മസ് എന്നും ഓണം. പണ്ട് അങ്ങനല്ല, പഴയ കാലത്ത് അങ്ങനല്ല. പണ്ട് നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഓണം തന്നെയാണ്. അല്ലേ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ്. ആ ഒരു സ്പെഷ്യാലിറ്റി പണ്ടുണ്ടായിരുന്നു. ലോകത്തിന്റെ പൈസ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും സാഹചര്യം എന്ന് വേണമെങ്കിലും ഓണമാക്കാം, എന്ന് വേണമെങ്കിലും ഇതാക്കാം. അതാണ് ഇന്നത്തെ സ്ഥിതി. അതാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആഘോഷിക്കാം. നമ്മൾ ജനിച്ചത് നല്ല സമയത്തായിരുന്നു. എന്താണെന്നറിയോ, ഈ 2 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല സമയം നമുക്ക് കാണാൻ പറ്റി. അതൊരു വലിയ അനുഗ്രഹമാണ്. കൂട്ടത്തിൽ ഏറ്റവും അഭിനയിക്കാൻ വിളിക്കുള്ള എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വെച്ചല്ലേ, ആരും ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. എല്ലാവരുടെയും എല്ലാം കംപ്ലീറ്റ് ആണ്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. മമ്മി എന്താ പറയുന്നത്? ഞാൻ തന്നെ അങ്ങ് പോയെടുത്ത് വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ഫുഡൊക്കെ നല്ലായിരുന്നു. എപ്പോഴും സമ്പൽ സമൃദ്ധമായ ഓണം എന്നാണ് പറയുന്നത്. ഇപ്പൊ സമ്പൽ സമൃദ്ധമായ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഭക്ഷണം ടേസ്റ്റ് ഉള്ളതാണോ അല്ലയോ എന്നുള്ളത്. എനിക്ക് കണ്ടപ്പോഴേ എല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉണ്ടാക്കുന്നവരും പറയുന്നില്ല. ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തന്നെ തോന്നണം. സിനിമ ഉണ്ടാക്കുന്നവർക്ക് എപ്പോഴും അടിപൊളി പടമായിരിക്കും. അത് കാണുന്നവരായിരിക്കും പറയാനുള്ളത്. ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. മീൻകറി കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് നല്ല സൂപ്പറാണ്. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിക്കുമ്പോ ഉണ്ടേ തന്നെ നമുക്ക് കഴിക്കുന്ന ആളുടെ മുഖത്ത് അറിയാൻ പറ്റും അല്ലേ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന്. മെറിൻ എന്നും അറിയുന്നുണ്ട്. സുബിര വേറെ കൊള്ളാവോ, സൂപ്പറാണ്. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് എല്ലാം സെയിൽസ് ആണ്. നീ സൂപ്പർ അടി. നമ്മൾ തന്നെ പറയും സൂപ്പറാ. എനിക്ക് ഇഷ്ടപ്പെടുത്തേ ഞാൻ പറയത്തോളെ. പപ്പയ്ക്ക് എന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞാനെന്താ പറയാ, ഇതാണ് മനോഹര നിമിഷങ്ങളുടെ ജീവിതത്തില്. നമ്മുടെ വീട്ടിലിപ്പോ എന്താ വേണമെങ്കിലും, എനിക്ക് വീട്ടിൽ എന്താ വേണമെങ്കിലും വാങ്ങിച്ചുണ്ടാക്കി കഴിക്കാം.
പക്ഷെ രണ്ടുപേരുടെ അധികം ഉണ്ടെങ്കിൽ അവരുടെ സന്തോഷം അതാണ്. അപ്പൊ അതിലൂടെ ചേർന്നുള്ളൊരു സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തോഷമായിരിക്കും. അപ്പം നിങ്ങൾ ഒരു രണ്ട് ഫാമിലി ചേർന്നിട്ടുള്ളൊരു ഈശ്വരൻ എന്ന് പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈശ്വരൻ നമ്മൾ എല്ലാ വർഷവും കഴിക്കുന്നത് അല്ലേ? അതിലുപരിയായിട്ട് ഇപ്പൊ നമ്മള് ഒരു കുടുംബം ഇമ്പം വരുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ? ആ ഇമ്പം അല്ലേ? ആ ഇമ്പം വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒത്തുചേർന്നിട്ട് ഇച്ചിരി ഒരു ടേബിളിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കാന്ന് പറഞ്ഞാൽ അതാണ് സന്തോഷം. ജീവിതത്തിൽ എന്തൊരു സന്തോഷമുള്ള നിമിഷങ്ങളായിരിക്കും, ജീവിതത്തിൽ ഓർക്കാനുള്ള നിമിഷങ്ങളായിരിക്കും. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം ഞാൻ കരുതുന്നത്. കാരണം എപ്പോഴും ഇതാണ് നമുക്ക് ഇതിൽ കൂടെ എന്താണ് അല്ലേ? നമുക്കിപ്പോ ഇന്നിപ്പോ എന്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട് മുമ്പിലെത്തും. എന്നാലും ചേർന്ന് ഇത് കഴിക്കുന്നതിന് അതിന്റെ ഒരു സന്തോഷം സെപ്പറേറ്റ് അല്ലേ? ശരി, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാ വർഷവും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാറ്. മെറിൻ്റെ 8th എൻ്റെ 17th ആണ്. അപ്പം ഞങ്ങളൊരു ഒരേ മാസം തന്നെ ഇപ്പോൾ 17 8 ആയതുകൊണ്ട് ഇടയ്ക്ക് ഒരു 9 or 10 അല്ലെങ്കിൽ 8th ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ അതേ അപ്പോൾ ഒന്നുകൂടെ കേക്ക് കട്ട് ചെയ്യുവാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ടൊക്കെ പോയി. അതാണ് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് എടുക്കുന്നത്. ഭയങ്കര മഴ, ഭയങ്കര ഇടിയും എല്ലാം കൂടെ ആയിട്ട്. അതെ, സിറ്റ് ഔട്ടിൽ ഇരുന്നായിരുന്നു ഞങ്ങളിപ്പോൾ കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യും. എന്തായാലും നമ്മുടെ ഈസ്റ്റർ നല്ലോണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും വന്നൊരു സന്തോഷം. ഇനി എല്ലാ സെലിബ്രേഷനും നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.